നമസ്കാരം. ന്യൂസ് സമന്വയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ കമ്മികളെ നിങ്ങൾ ഇതുപോലെ അദ്ദേഹത്തെ വേട്ടയാടുന്നത്? സതീശനെ എന്തിനാണ് തെറി പറയുന്നത്? വെള്ളാപ്പള്ളി എന്തു വന്നെന്നും പറഞ്ഞാലും നിങ്ങളുടെ പഴയ ആ കാലം, ആ പ്രതാപം നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു വ്യക്തിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്ത CPM എന്ന് പറയുന്ന സംഘടന എന്തൊരു സംഘടനയാണത്? അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്കും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ എത്ര നാൾ നമുക്ക് പിടിച്ചിരിക്കാമെന്നുള്ള ഒരു തോന്നലൊന്നും ആർക്കും വേണ്ട. അടുത്ത ഭരണം UDFന് തന്നെ. അത് സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 100 സീറ്റ്. വെള്ളാപ്പള്ളിയല്ല, വെള്ളാപ്പള്ളിയുടെ അപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ നടക്കത്തില്ല. ഇവിടെ വെള്ളാപ്പള്ളിയുടെ ജാതി മാത്രമല്ല അവിടെ ഉള്ളത്. ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, നായരുണ്ട്, പുലയരുണ്ട്, പറയരുണ്ട്, എല്ലാവരും ഉണ്ട്. അത് നിങ്ങളുടെ മാത്രം ഗുണം കൊണ്ടല്ല അവിടെ നിൽക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി ഒരു കാര്യം മനസ്സിലാക്കണം. സതീശൻ ഒരു കാര്യം പറഞ്ഞു, അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ കമ്മ്യൂണിറ്റി പെട്ടതാണെന്ന്. ആ ഈഴവ കമ്മ്യൂണിറ്റി സതീശൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അല്ലാതെ തന്നെപ്പോലുള്ള വ്യക്തിദീനികളുടെ വാക്ക് കേട്ട് തകർക്കാൻ പറ്റുന്ന പ്രസ്ഥാനമല്ലടോ കോൺഗ്രസ്. താൻ ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക്. തൻ്റെ മൈക്രോ ഫിനാൻസിൻ്റെ പ്രശ്നം പേടിച്ചിട്ടല്ലേ താനിപ്പം മകനെ കൊണ്ട് BJPയിലും താൻ ഇവിടെ നിൽക്കണ്ടേ? എന്തൊരു രാഷ്ട്രീയമാണോ? കളങ്കമില്ലാത്ത രാഷ്ട്രീയം വേണമെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കണോ? എന്നിട്ട് താനൊക്കെ പറ. താനൊക്കെ എൻ്റെതാണ് താനൊക്കെ ഇവിടെ നമ്മുടെ വെണ്ണിമല, കോട്ടയത്ത് വെണ്ണിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ്